സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഒരു മോക്ക് ടെസ്റ്റ് ആണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. പല പരീക്ഷകളിലായിട്ട് PSC ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? ഓപ്ഷൻസ് ബി ആണ് ഉത്തരം. ഓപ്ഷൻ ബി പരിസ്ഥിതി. അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം പരിസ്ഥിതി. വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേര്? വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേര് ലീലാതിലകം. ഓപ്ഷൻ എ ആണ് ഉത്തരം, ലീലാതിലകം. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തത് ഏത്? ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കരാതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലെടുക്കും ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നു. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു. ഖൈബർ ചുരം ഇന്ത്യയെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ചോദ്യം ശരി അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഖൈബർ ചുരം ഇന്ത്യയെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ഖൈബർ ചുരം ബന്ധിപ്പിക്കുന്നത് പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിലാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള കര അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശുമായിട്ടാണ്, ശരിയാണ്. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലെടുക്കും ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്നു, ശരിയാണ്. റാഡ്ക്ലിഫ് രേഖ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്നു, ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഇന്ത്യയിലെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. ആനമുടി. ആനമുടിയുടെ ഉയരം എത്രയെന്ന് കമന്റ് ചെയ്യുക. താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തത്? ശുദ്ധജല തടാകം അല്ലാത്തത് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് വോളാർ തടാകം, ധാൽ തടാകം, ലോക്തക് തടാകം, സാമ്പാർ തടാകം എന്നിവയാണ്. ഇതിൽ ശുദ്ധജല തടാകം അല്ലാത്തത് ഏതാണ്? സാമ്പാർ തടാകമാണ്. ഓപ്ഷൻ ഡി. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് നർമ്മദ നദിയിലാണ്. നർമ്മദ നദി. കോർബ കൽക്കരി പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കോർബ കൽക്കരി പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡ്. ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ദേശീയ ജലപാത 2 ബന്ധിപ്പിക്കുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ്? സാദിയ ധൂബ്രിയാണ്. സാദിയ ധൂബ്രി. ദേശീയ ജലപാത 2. നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം ഹൈദരാബാദ് ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഹൈദരാബാദ്. ഇന്ത്യൻ പൗരന്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത്? വായിക്കാം. മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല. പൗരന്റെ മൗലികാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹമല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പം മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്, ശരിയാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ, ശരിയാണ്.
ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല. ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, സോവിയറ്റ് യൂണിയൻ. ഓപ്ഷൻ സി, സോവിയറ്റ് യൂണിയൻ. മൗലിക കടമകൾ. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ആന, കാള, സിംഹം, കുതിര എന്നിവയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ. ഏതൊക്കെയാണ്? ആന, കാള, സിംഹം, കുതിര. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ് വായിക്കാം. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇതിൽ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, സ്വത്തവകാശമാണ് കൂട്ടത്തിൽ പെടാത്തത്. മറ്റുള്ളതെല്ലാം മൗലിക അവകാശങ്ങളാണ്. സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ്. ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്ന്? ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? 1947 ജൂലൈ 22. 1947 ജൂലൈ 22-നാണ് ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായിട്ട് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത്. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല? കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാലയാണ്. തിരുവിതാംകൂർ സർവകലാശാലയാണ് കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല. തിരുവിതാംകൂർ സർവകലാശാല. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ്. കൃതികൾ ഏതൊക്കെയാണ്? വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം. ഈ കൃതികളുടെ രചയിതാവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂവിഭാഗം ഇടനാടാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഇടനാട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ? ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നത് വേമ്പനാട്ടു കായലാണ്. ഏതൊക്കെ ജില്ലകളിലാണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ? സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായിട്ട് നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. വരിക വരിക സഹചരെ വലിയ സഹന സമരമായി. ഈ സ്വാതന്ത്ര്യ സമര ഗാനത്തിന്റെ രചയിതാവ്? വരിക വരിക സഹചരെ വലിയ സഹന സമരമായി. ഈ സ്വാതന്ത്ര്യ സമര ഗാനത്തിന്റെ രചയിതാവ് അംശി നാരായണ പിള്ളയാണ്. അംശി നാരായണ പിള്ള. ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏത്? ലിംഗാധിഷ്ഠിത അക്രമ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഭൂമിക. പദ്ധതിയുടെ പേര് ഭൂമിക. രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? രക്തത്തിലെ ദ്രാവക ഭാഗം പ്ലാസ്മ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പ്ലാസ്മ. അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ഏത്?
അപദ്രവ്യങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന സാന്ദ്രണ മാർഗം ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കലാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. റയർ എർത്ത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏവ? റയർ എർത്ത്സ് ലാന്തനോയിഡുകളാണ്. ലാന്തനോയിഡുകൾ. ഓപ്ഷൻ ബി. ഘനജലത്തിന്റെ രാസസൂത്രം ഏത്? ഘനജലത്തിന്റെ രാസസൂത്രം D2O. D2O ഘനജലത്തിന്റെ രാസസൂത്രം. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് അപവർത്തനം. ഓപ്ഷൻ എ ആണ് ഉത്തരം. അപവർത്തനം. 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്? 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടിയാണ് വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ ഏവ? ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിൽ എത്താൻ സഹായിച്ച വസ്തുതകൾ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉമാണ്. എന്താണ്? വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങൾ, പിന്നെ കുറഞ്ഞ വേതന നിരക്ക്. വൈദഗ്ധ്യമേറിയ മനുഷ്യവിഭവങ്ങൾ, കുറഞ്ഞ വേതന നിരക്ക് എന്നിവയാണ് ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുതകൾ. തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റ് അംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണുള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി എബവ് ആണ്. ഓപ്ഷൻ ഡി. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ്. അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഈ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏവ? ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ്. കാനിങ് പ്രഭുവിന്റെ തീരുമാനമനുസരിച്ച് മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിന്റെ തോൽവിയെ തുടർന്ന് മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉമാണ്. ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം, അതുപോലെ മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിന്റെ തോൽവിയെ തുടർന്ന്. ഈ 2 കാരണങ്ങളും ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായത്. മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിന്റെ തോൽവിയെ തുടർന്ന്. അടുത്തത് 1962 ഇൻഡോ ചൈന യുദ്ധത്തിന്റെ രാഷ്ട്രീയ കാരണം. 1962 ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായ യുദ്ധത്തിന്റെ രാഷ്ട്രീയ കാരണം എന്ന് പറയുന്നത് ദലൈലാമയ്ക്ക് അഭയം നൽകിയതാണ്. ദലൈലാമയ്ക്ക് അഭയം നൽകിയത്. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ള ജില്ല ഏതാണ്? ഏറ്റവും കുറഞ്ഞ ജനസാന്ദ്രതയുള്ളത് ഇടുക്കി ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടിയ ജനസാന്ദ്രതയുള്ള ജില്ല ഏത് എന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും കൂടിയ ജനസാന്ദ്രതയുള്ള ജില്ല. എംഫിസിമ ബാധിക്കുന്ന അവയവം ഏതാണ്? എംഫിസിമ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. ശ്വാസകോശം. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടുകയും 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്തത് ആര്? പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടുകയും 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടുകയും ചെയ്തത് ആരാണ്?
മലാല യൂസഫ്സായി ആണ്. മലാല യൂസഫ്സായി. മെസോപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം. മെസോപ്പൊട്ടോമിയ എന്താണ്? നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് മെസോപ്പൊട്ടോമിയ എന്ന വാക്കിൻ്റെ അർത്ഥം. നദികൾക്കിടയിലുള്ള പ്രദേശം. വറ്റി വരണ്ടുപോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തത്? അട്ടപ്പാടിയിൽ വീണ്ടെടുത്തത് ഏത് പുഴയുടേതാണ്? കൊടുങ്ങരപ്പള്ളം പുഴയാണ്. കൊടുങ്ങരപ്പള്ളം പുഴ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അട്ടപ്പാടിയിലാണ്. അട്ടപ്പാടി. ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന രാസവസ്തു. മഞ്ഞ നിറം ടാർട്രസിൻ ആണ്. ടാർട്രസിൻ എന്ത് കളറാണ്? മഞ്ഞ നിറം നൽകുന്നതിന് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ടാർട്രസിൻ. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യാരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമധുരം പദ്ധതി. പദ്ധതിയുടെ പേര് വയോമധുരം പദ്ധതി. പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായിട്ട് ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമധുരം പദ്ധതി. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മലയാണ്. തെന്മല. ആധുനിക പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അലസവാതകങ്ങൾ ഗ്രൂപ്പ് 18ലാണ്. ഗ്രൂപ്പ് 18ലാണ് അലസവാതകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടിവരുന്നു? ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് വേണ്ടിവരുന്നത് 27 ദിവസമാണ്. ഓപ്ഷൻ എ. താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏത്? ദോലനം ഊഞ്ഞാലിൻ്റെ ചലനമാണ്. ഓപ്ഷൻ ഡി ഊഞ്ഞാലിൻ്റെ ചലനം. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി സംവഹനമാണ്. ഓപ്ഷൻ ബി സംവഹനം. വേട്ടക്കാരൻ നക്ഷത്രഗണത്തിന്റെ വലതു ചുമലിന്റെ സ്ഥാനത്ത് ചുവന്നു കാണുന്ന നക്ഷത്രം ഏത്? വേട്ടക്കാരൻ നക്ഷത്രഗണത്തിന്റെ വലതു ചുമലിന്റെ സ്ഥാനത്ത് ചുവന്നു കാണുന്ന നക്ഷത്രമാണ് തിരുവാതിര. ഓപ്ഷൻ സി ആണ് ഉത്തരം. തിരുവാതിര. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും വളർച്ചയ്ക്ക് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ഈ പ്രസ്താവനയുമായിട്ട് യോജിക്കാത്തവ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. വിദ്യാലയങ്ങൾ സ്വാതന്ത്ര്യ സമരകാലത്ത് ദേശീയ വിദ്യാഭ്യാസത്തിൻ്റെയും കലയുടെയും വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു എന്ന് പറയുന്നു. ഈ പ്രസ്താവനയുമായിട്ട് യോജിക്കാത്തവ കണ്ടെത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചു. വില്യം ജോൺസ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചു. രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളിൽ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചു. മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു. ഇതിൽ യോജിക്കാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് യോജിക്കാത്തത്. ആദ്യത്തേത് വനിതാ സർവകലാശാല. എവിടെയാണ്, ആരാണ് സ്ഥാപിച്ചത്? DK കാർവേ ആണ്. 1916 ബംഗാളിലെ വിശ്വഭാരതി സർവകലാശാല സ്ഥാപിച്ചു രവീന്ദ്രനാഥ് ടാഗോർ. അതുപോലെ തൃശ്ശൂരിൽ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു മഹാകവി വള്ളത്തോൾ. അടുത്ത ചോദ്യം, കുമാരഗുരുവിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു. പ്രത്യക്ഷ രക്ഷ ദൈവസഭയുടെ സ്ഥാപകൻ. വെട്ടിയാട്ട് അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന.
ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അക്കാമ ചെറിയാനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നു. തിരുവനന്തപുരത്തെ ജോൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നു. അക്കാമ ചെറിയാന്റെ ആത്മകഥ ജീവിതം ഒരു സമരം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. തിരുവിതാംകൂറിലെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കാമ ചെറിയാനാണ്. ശരിയാണ്. തിരുവനന്തപുരത്തെ ജോൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നു. ശരിയാണ്. അക്കാമ ചെറിയാന്റെ ആത്മകഥയുടെ പേരാണ് ജീവിതം ഒരു സമരം എന്നത്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച ശരിയായ ജോഡി കണ്ടെത്തുക. തന്നിരിക്കുന്നത് വാഗ്ഭടാനന്ദൻ, സഹോദരൻ അയ്യപ്പൻ, വൈകുണ്ഠസ്വാമികൾ, BT ഭട്ടതിരിപ്പാട്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. സി. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. സഹോദരൻ അയ്യപ്പൻ സഹോദര പ്രസ്ഥാനം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. BT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. സ്പോട്ടഡ് ഫീവർ എന്ന രോഗത്തിന് കാരണമായ രോഗാണു ഏത് വിഭാഗത്തിൽ പെടുന്നു? സ്പോട്ടഡ് ഫീവർ റിക്കറ്റ്സിയാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. റിക്കറ്റ്സിയ. 50 ചോദ്യങ്ങളിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയെന്ന് കമൻറ്റ് ചെയ്യുക. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.